ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് ചേർത്തൊരു മുട്ടക്കറി ഉണ്ടല്ലോ, ആ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. കഴിച്ചവർക്കറിയാം, ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യമായിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള ഇതുപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കനം കുറയ്ക്കേണ്ട ഒന്നുമില്ല, നമ്മൾ അരച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ സവാള ആണെങ്കിൽ ഒരു 2.5 to 3 സവാള നിങ്ങൾ എടുക്കുന്ന സവാളയുടെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഈ സവാള അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള കറിയല്ല ഇത്, അധികം പുളിയാക്കരുത്. അതുകൊണ്ട് തക്കാളി ഒരുപാട് വലുത് ആഡ് ചെയ്യേണ്ട, അതായത് ഇതുപോലെ ഒരു തക്കാളി മതി കേട്ടോ. ഒരുപാട് വലിയ തക്കാളി ആഡ് ചെയ്യരുത്. ഇത് നമുക്കിതിനകത്തേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയും കുറച്ചൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വന്നു. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അത്യാവശ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിനുശേഷം സെയിം പാനിൽ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു പിടിയോളം നമ്മുടെ പച്ചമട്ടർ പച്ച ഗ്രീൻ പീസ് വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കിതിനകത്ത് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം. ബട്ടർ ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വാടിയതിന് ശേഷം മാത്രം വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും. ഒരുപാടങ്ങ് പേസ്റ്റാക്കി എടുക്കരുത്, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് അരയുകയും വേണം. ആ രീതിയിൽ എടുക്കുക കേട്ടോ. നല്ല പേസ്റ്റാക്കി എടുക്കണ്ട, ഫൈനായിട്ട് പേസ്റ്റ് ആക്കണ്ട. ആ സവോളയൊക്കെ ഒന്ന് അരയുന്നൊരു പരുവുണ്ടല്ലോ, അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവം മതി. ഇനി അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഗ്രേവിയുടെ കണക്കിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് തോന്നിയിട്ടുണ്ട്, ഞാൻ സ്വല്പം വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഓവർ അങ്ങ് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗരം മസാല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. എത്ര ഇഷ്ടമുണ്ടോ കറിവേപ്പില, എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഗ്ലാസ് പാല്, തിളപ്പിച്ച പാലാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പശുവും പാലാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത്യാവശ്യം ഈ നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ വേണം പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. പച്ചപ്പാൽ ഒഴിക്കരുത്, തിളപ്പിച്ച പാലാണ് ആഡ് ചെയ്യേണ്ടി കൊടുക്കേണ്ടത്. കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ഗ്ലാസ് മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം വേണം മുട്ട ആഡ് ചെയ്ത് കൊടുക്കാൻ. പാൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടറും കൂടെ ഒക്കെ ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മുട്ട ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കുക.
ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മതി ബട്ടറോ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കാൻ. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഏതാണോ ഫ്ലേവർ ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ആ ഫ്ലേവറൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചൊന്ന് മാറ്റി വയ്ക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത്. എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് നെയ്യാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് ആഡ് ചെയ്ത് അന്നേരം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് മാറ്റി വയ്ക്കുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ചപ്പാത്തി, അപ്പം, പൊറോട്ട, അങ്ങനെ ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.